സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ നല്ല ദൈവത്തെ, നമ്മളെ ചേറ്റിൽ നിന്ന് കരയേറ്റിയ നല്ല കർത്താവിനെ പാടി ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു തമിഴ് ഗാനമാണ് സേറ്റിലിരുന്ന് തൂക്കിനാർ. ഹല്ലേലൂയ. മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. തനിക്കുള്ളതെല്ലാം അവൻ നശിപ്പിച്ച് തിരിച്ചൊന്നുമില്ലാത്തവനായി തലകുനിച്ച് നിൽക്കുന്ന ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയത് അവൻ്റെ ഭവനത്തിലേക്കാണ്. ഇന്ന് രാത്രികാലം തലതായ്ക്കുവാൻ
തലകുനിച്ച് നിൽക്കേണ്ട പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോഴും ആ അപ്പന്റെ ഭവനത്തിലേക്ക് നോക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രി കാലം നമ്മൾ തല ഉയർത്തി ഇന്ന് രാത്രി കാലം ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ അനുഭവം ജീവിതത്തിലുണ്ട്? എത്ര പേർക്ക് ആ നന്ദിയോടെ ഇന്ന് രാത്രി കാലം ആ ദൈവത്തെ അല്പനിമിഷം കണ്ണുകളെല്ലാം അടച്ചു, കർത്താവേ നാഥാ, ഞാൻ തൃപ്തനാണ് അങ്ങയുടെ ഭവനത്തിൽ വന്നതുകൊണ്ട്, അങ്ങയെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ തൃപ്തനാണ് കർത്താവേ. രാത്രികാല ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ സ്തുതികളും സ്തോത്രങ്ങളും സ്വർഗത്തിലേക്ക് ഉയരുന്ന രാത്രികാലമായി തീരട്ടെ. കഴിഞ്ഞ 40 വർഷം ഈ സഭയെ നടത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ നടത്തിയ നല്ല കർത്താവിനെ,
രാത്രികാലം ഉറപ്പോടെ നാഥാ ഞാൻ തൃപ്തനാണ്. ഇനിയുള്ള നാളില് യേശുവേ നീ മതിയേ. നിന്റെ സ്നേഹം മാത്രം മതി കർത്താവേ. അതുകൊണ്ട് ഈ രാത്രികാലം പാടാനും പറയാനും നമ്മുടെ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര മാനമുണ്ടെന്ന് പറഞ്ഞാലും, കർത്താവിനെ കണ്ടെത്തിയത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. എനിക്ക് നിത്യതയിലേക്ക് എത്തിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നും സാധ്യമല്ലെങ്കിലും എന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന സ്വർഗ സ്നേഹം കണ്ടെത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് രാത്രികാലം ആ സ്നേഹത്തെ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ സ്നേഹത്തെ കണ്ടെത്തുവാൻ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾക്ക് ഹല്ലേലൂയ തൊട്ടടുത്തുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ അപ്പ എന്ന് വിളിക്കുവാൻ അവൻ മാറാത്തവനായി എന്നും കൂടെയുള്ളവനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാൻ ഒന്നേ ഉള്ളൂ, യേശു മാറാത്തവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കരങ്ങളെ അടിച്ച് ആ മാറാത്ത ദൈവത്തെ അനുഭവിച്ച ദൈവജനം കരങ്ങളെ അടിച്ച് കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കി ആത്മാഭിഷേകത്തോടെ ഇന്ന് രാത്രികാലം പാടി ആരാധിക്കാം. യേശു മാറാത്തവൻ. ഹല്ലേലൂയ.
Oh,
കർത്താവേ, അങ്ങേക്ക് നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. നിരത്തിലെ എല്ലാ കണ്ണുകളും അടച്ച് അക്രൂശിതനായ ദൈവത്തെ എണ്ണിയാൽ തീരാത്ത നന്മകൾ രാത്രികാല ഹൃദയം നന്ദിയാൽ നിറയട്ടെ. രാത്രികാലം സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യൻ അവൻ മാത്രമാണ്. നമ്മുടെ ദൈവം മാത്രമാണ് സകല സ്തുതികൾക്കും യോഗ്യൻ. പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ, എല്ലാനാവും പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യം നീ. സകലകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ മാത്രം യോഗ്യൻ.